നമുക്ക് പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മോളുടെ ബർത്ത്ഡേയുടെ വീഡിയോസ് മാത്രം ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ മോളുടെ അടുത്ത ബർത്ത്ഡേ ആയി, പക്ഷേ കഴിഞ്ഞ ബർത്ത്ഡേയുടെ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കണം. അപ്പോൾ ഇത് അവളുടെ 8th ബർത്ത്ഡേക്ക് ഞാൻ ചെയ്ത കേക്കാണ് കേട്ടോ. ഈ 8th ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അവൾക്ക് സ്വന്തമായിട്ട് ഞാനൊരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ തയ്ക്കുമെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ഇതുവരെ തയ്ച്ചു കൊടുക്കാനൊന്നും പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. പക്ഷേ ഫുള്ളായിട്ട് ഒരു ബേസിക്കൊക്കെ അറിയാമെന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി ചെയ്യാറില്ല. പൊതുവേ മടിയാണ്. പിന്നെ ഒരുപാട് ടൈം ഇരിക്കാനും കഴിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ അതിനൊക്കെ അത്രയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു ദിവസം ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്കൊരു മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ട് അങ്ങനെ എടുത്തായിരുന്നു, അവൾക്ക് വേണ്ടി തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഞങ്ങൾക്ക് കസിൻ്റെ ഒരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തപ്പോഴൊന്നും ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. സെയിം കളറിനുള്ള വന്നിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ഞാനൊരു ബട്ടർഫ്ലൈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്കുള്ള കേക്കാണ്. അപ്പോൾ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മോള്, രണ്ടാമത്തെ മോളാണ് കേട്ടോ. അവളുടെ 8th ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണിത്. അപ്പോൾ ഞാൻ തയ്ച്ച ഡ്രസ്സും ഇതിൻ്റെ കൂടെ അതിൻ്റെ വീഡിയോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ഡ്രസ്സ്. ആദ്യമായിട്ടാണ് ഇത്രയൊരു ഡ്രസ്സ് ചെയ്യുന്നത്, അങ്ങനെ ഒരു മിഡി ടോപ്പുമായിട്ടൊക്കെ. അപ്പോൾ അത് ഇഷ്ടമായാലും എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.